രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 23കാരുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. KPCC കൈമാറിയ പരാതിയിലാണ് കേസെടുത്തത്. ബലാത്സംഗം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ക്രൈംബ്രാഞ്ചാണ് FIR ഇട്ടിരിക്കുന്നത്. അതിജീവിതയുടെ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം കേസ് അന്വേഷിക്കും. സിജോ വി ജോൺ ചേർന്ന വിശദാംശങ്ങൾ നൽകാനായി. സിജോ, ഇപ്പോഴത്തെ കേസ് അന്വേഷിക്കുന്ന അതേ സംഘമാണ് ഈ 23കാരുടെ പരാതിയും അന്വേഷിക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഇപ്പോൾ FIR ഇട്ടിട്ടുള്ളത്? ബലാത്സംഗം ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പുതിയ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് FIR എടുത്തിരിക്കുന്നത്. ഈ കേസും നിലവിൽ അന്വേഷിക്കുന്ന സംഘം തന്നെ അന്വേഷിക്കാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് കൂടുതൽ കുരുക്കുമുറിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലെ ഉച്ചയ്ക്ക് 1:45 KPCC നേതൃത്വത്തിന് ഇത്തരത്തിലൊരു പരാതി ലഭിക്കുന്നത്. ആ പരാതി 1 മണിക്കൂറിനകം അത് DGPക്ക് കൈമാറുകയും ചെയ്തിരുന്നു. DGP ഇന്ന് രാവിലെയാണ് ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയും ചെയ്തിരുന്നത്. DGP നൽകിയ നിർദ്ദേശം എന്ന് പറയുന്നത് അതിവേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് മുന്നോട്ട് പോകുക. ഈ ഇമെയിൽ സന്ദേശം പരിശോധിച്ച് ഇതാരാണെന്ന് തിരിച്ചറിയുകയും അവരുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനുശേഷം അവർക്ക് നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായും നിയമ നടപടി സ്വീകരിക്കുന്ന FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ആളുകൾ ഈ യുവതിയുമായി സംസാരിച്ചു, പെൺകുട്ടിയുമായി സംസാരിച്ചു. ആദ്യഘട്ടത്തിൽ ഇവർ ഇതിൽ പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള ഒരു സമ്മതക്കുറവ് അറിയിച്ചിരുന്നു. പക്ഷേ പരാതിയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ നടപടി സ്വീകരിക്കും, അവർക്ക് നീതി ഉറപ്പാക്കും എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം അവരെ കൺവിൻസ് ചെയ്തു. അങ്ങനെയാണ് ഒരു പരാതി നൽകാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ ഈ യുവതിയിൽ നിന്ന് പരാതി വാങ്ങുകയാണ് ചെയ്തത്. തുടർന്ന് പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ ഈ യുവതിയുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതിയിൽ പറയുന്നത് പോലെ ക്രൂരമായ പീഡനമാണ് ഏറ്റതെന്നാണ് ഇപ്പോൾ ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. അവർ ബംഗളൂരിൽ ഉണ്ടായിരുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടവുമായി പരിചയപ്പെടുന്നത്. ആദ്യം ഇൻസ്റ്റാഗ്രാമിലാണ് പരിചയപ്പെടുന്നത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് പറയുന്നത് നമുക്ക് ടെലിഗ്രാമിലൂടെ ചാറ്റ് ചെയ്യാമെന്ന് പറയുന്നു. പിന്നീട് ഇവർ ഈ പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കുകയാണ് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ബംഗളൂരുവിൽ നിന്ന് നാട്ടിലെത്തുന്ന സമയത്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹോം സ്റ്റേയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഈ പെൺകുട്ടി പറയുന്നത് ഈ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഫെനി ആണെന്നാണ്. ഫെനി ഹോം സ്റ്റേയിൽ എത്തിക്കുന്നു. അതിനുശേഷം അവിടെ വെച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. തുടർന്ന് ഈ പെൺകുട്ടിയെ ഫെനി അവരുടെ വീടിനടുത്ത് ഇറക്കി വിടുകയും ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു പരാതിയായിട്ടല്ല ഈ പെൺകുട്ടി തന്നെ ഒരു ആരോപണം ഉന്നയിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ പെൺകുട്ടിയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ ഇവർ നേരിട്ട ദുരനുഭവം പറഞ്ഞുവെങ്കിലും അതൊരു നിയമ നടപടിയുമായി മുന്നോട്ട് പോകാനോ ഒരു മൊഴിയായി നൽകാനോ തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം KPCC നേതൃത്വത്തിന് ഇത്തരത്തിലൊരു ഇമെയിൽ സന്ദേശം വരികയും അത് പിന്നീട് ഒരു DGPക്ക് കൈമാറിയ സാഹചര്യം മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞിട്ടുമില്ല. അറസ്റ്റ് ഉടൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണം എങ്ങനെ നടക്കുന്നു? രാഹുലിനെ പറ്റി എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? രാഹുലിന്റെ അറസ്റ്റ് വൈകാതെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നാളെയാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതിയുടെ ജില്ലാ കോടതിയുടെ വിധി വരിക. ഈ സമയത്ത് രാഹുലിന്റെ അറസ്റ്റ് കോടതി തടയുകയും ചെയ്തിട്ടില്ല. പക്ഷേ രാഹുൽ എവിടെയുണ്ടെന്ന് സംബന്ധിച്ച് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് തള്ളിയാൽ ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യാമെന്ന നടപടികളിലേക്ക് പോകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വലിയ പ്രശ്നത്തിലേക്കാണ് പോകുന്നത്. കാരണം രാഹുലിനെതിരെ ഇന്നലെ KPCC നേതൃത്വത്തിന് ഒരു പരാതി വരുന്ന സാഹചര്യത്തിൽ രാഹുലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയേക്കുമെന്ന് ഇന്ന് തന്നെ പുറത്താക്കിയേക്കുന്ന ചില സൂചനകളുണ്ടായിരുന്നു. പക്ഷേ ഈ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യാപേക്ഷയിൽ എന്ത് നടപടി വരും? അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കേസിൽ പോലീസിന്റെ നീക്കം എന്താണ്? ഇവർ കേസുമായി മുന്നോട്ട് പോകാൻ യുവതി തയ്യാറാകുമോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരുന്നത്. സ്വാഭാവികമായും രണ്ടാമതൊരു കേസ് കൂടി വരുന്ന സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് അധികം സമയം ഉണ്ടാവില്ല എന്നുള്ളൊരു സൂചനയാണ് ലഭ്യമാവുകയും ചെയ്യുന്നത്. സ്വാഭാവികമായും രണ്ടാമത് കേസ് കൂടി വന്ന സാഹചര്യത്തിൽ പാർട്ടി നേതൃത്വത്തിനും രാഹുലിനെതിരെ ശക്തമായ നടപടിയെടുക്കണം, രാഹുലിനെ പുറത്താക്കണം എന്നുള്ള സമ്മർദ്ദം ശക്തമാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരാളെ വീണ്ടും സംരക്ഷിക്കുന്നത് അത് ഗുരുതരമായ പ്രശ്നമാകും എന്നൊരു നിഗമനം പാർട്ടി നേതൃത്വത്തിനുണ്ടാവാൻ. എന്തായാലും രാഹുലിന് ഈ രണ്ടാമത്തെ കേസ് വരുന്നതോടുകൂടി പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴി കൂടുതൽ വേഗത്തിൽ ഒരുങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും.
ശരി, ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസെടുത്തിരിക്കുകയാണ്. 23-കാരി നൽകിയ പരാതിയിലാണ് കേസെടുത്തുള്ളത്. KPCC കഴിഞ്ഞ ദിവസം നൽകിയ പരാതിയിലാണ് കേസ്. രാഹുലിന് കുരുക്ക് മുറുകയാണ്. അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. സിജോ വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.